കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ കർത്താവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തിരുവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. വലിയ വിടുതലിനായിട്ട്, സൗഖ്യത്തിനായിട്ട് നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ആരാധ്യനായിരിക്കണം അടിക്കണം കർത്താവ്. കർത്താവേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. മനസ്സുറന്ന് ഞങ്ങൾ അങ്ങ് വിളിക്കുന്നു. ഞങ്ങളുടെ വേദനയുടെയും ദുരിതങ്ങളുടെയും തകർച്ചയുടെയും നടുവിൽ നിന്നുകൊണ്ട് വിളിക്കും. ദൈവമേ, ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ചരിത്രത്തിൽ ഇടപെട്ടിട്ടുള്ള ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും വേട്ടയാടുന്ന പൈശാചിക ബന്ധനങ്ങൾ ഇതിനകത്ത് അഴിക്കണം. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ശ്രവിക്കുന്ന തിരുവചനം വളരെയധികം കൃപ നിറഞ്ഞ വചനമാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള തിരുവചനം. ജനക്കൂട്ടം ഒന്നാകെ അപ്പോസ്തലന്മാർക്കെതിരായി ഇളകി. വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിൽ അടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശം കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്കോടി. പേടിച്ചു വിറച്ചവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുവചനത്തിലെ വലിയൊരു സംഭവമാണ് ഈ വചനം. തടവറയിലെ അത്ഭുതം. സീലാസും പൗലോസും രണ്ടുപേരെ നമുക്കറിയാം. ഭരണാധിപന്മാർ ബന്ധിച്ച് പ്രഹരിച്ച് അവരുടെ വസ്ത്രങ്ങൾക്ക് ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിച്ച് അവരെ ജയിലിലുള്ള അടയ്ക്കുന്ന കാണാൻ പറ്റും. അവർ കാലുകൾക്ക് ആമം വെക്കുന്ന കാണാൻ പറ്റും. ആ രാത്രിയിൽ പൗലോസും സീലാസും തങ്ങളെ ജയിലിലടച്ചവർക്കെതിരായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒരു പ്രതികാരവും ചെയ്യുന്നില്ല. നേരെ മറിച്ച് അവർ ആ രാത്രി മുഴുവനും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്ന കാണാൻ പറ്റും. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ സ്തുതിപ്പിൻ്റെ ഏറ്റവും വലിയ അഭിഷേകം, ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതികളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു, ഈശോയുടെ സാന്നിധ്യം കടന്നു വരും, അഭിഷേകം കടന്നു വരും. എന്തിനാണ് നമ്മൾ സ്തുതിക്കുന്നത്? ഹല്ലേലൂയ പറയുന്നത് എന്തിനാണ്? ദൈവ സാന്നിധ്യം കടന്നു വരാൻ വേണ്ടി, ദൈവ മഹത്വം കടന്നു വരാൻ, പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയാണ്, അഭിഷേകം കിട്ടാൻ വേണ്ടിയാണ്. അവരങ്ങനെ ഉണർന്ന് സ്തുതിച്ച് പാട്ടുപാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അത്ഭുതം നടക്കുക. കാരാഗൃഹ വാതിൽ തുറക്കപ്പെടുന്നു, ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. ഇവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ട് ബന്ധനം അഴിക്കുക, കെട്ടഴിക്കുക. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ചില കുടുംബങ്ങൾ കാരാഗൃഹമായിട്ട് മാറിയിരിക്കുക, തകർന്നിരിക്കുക. ഒരുപാട് ബന്ധനത്തിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. പൈശാചിക ശക്തികൾ സ്വാധീനത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ.
രോഗത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ, പാപത്തിൻ്റെ അടിമവേല കുടുംബങ്ങൾ, ചില തഴക്കദോഷങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, ലഹരികൾ, മറ്റു തിന്മകളുടെ ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നടക്കേണ്ടത് കെട്ടുപൊട്ടണം, കെട്ടഴിയണം. അതുപോലെ തന്നെ വ്യഭിചാരം പോലത്തെ മ്ലേച്ഛ പാപങ്ങളിൽ അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഒരുപാട് ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങൾ, കുടുംബ തകർച്ച, തടസ്സങ്ങൾ, കെട്ടാണ്, ബന്ധനത്തിൽ കഴിയുക, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഴിയുക. അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, വളർച്ചയില്ല, ആത്മീയ വളർച്ചയില്ല, ഭൗതിക വളർച്ചയില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ബന്ധനാവസ്ഥയില്ല, അടയ്ക്കപ്പെട്ട് കഴിയുകയാണ്, തകർക്കപ്പെട്ട്, ശത്രു അവനെ പൂട്ടിയിട്ടിരിക്കുക, അന്ധകാര ശക്തി അവനെ ചങ്ങലകളാൽ ബന്ധിച്ചിട്ടിരിക്കുക. ഈ ബന്ധനം അഴിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവർ കാണിച്ചതുപോലെ, പൗലോസ് സീലാസ് കാണിച്ചതുപോലെ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ വിളിക്കുക, മനസ്സ് തുറന്ന് വിളിക്കുക. അതാണ് ഇവിടെ അതിന് ശേഷം കണ്ടുമുട്ടുന്നുണ്ട്. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറവുകാരൻ ചോദിക്കുമ്പോൾ അവനോട് പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന യേശുനാമം, ആ നാമം വിളിച്ചപേക്ഷിക്കുക. നീ രക്ഷപ്പെടാൻ പോകുക, നിന്റെ ബന്ധനം അഴിയാൻ പോവുക, നിന്റെ തടസ്സങ്ങൾ മാറാൻ പോകുക, ചങ്ങലകൾ പെട്ടെന്ന് കാണാൻ പറ്റും. ധ്യാനാവസരങ്ങൾ നമ്മൾ ധാരാളം മക്കളിൽ നിന്ന് ഈ ചങ്ങലകൾ, പാപത്തിൻ്റെ ചങ്ങലകൾ, തടക്കദോഷങ്ങളുടെ ചങ്ങലകൾ, അന്ധകാരത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു പോകുന്ന കാണാൻ പറ്റും. അതഴിയുന്നത് എപ്പോഴാണ്? അവർ മനസ്സ് തുറന്ന് ഹൃദയം നൊന്ന് ദൈവത്തെ വിളിക്കുമ്പോഴാണ്, ഈശോയെന്ന് വിളിക്കുമ്പോൾ ആ വിളിയുടെ സമയത്ത് അവരിലെ ബന്ധനം അഴിഞ്ഞു, ചങ്ങലകൾ പൊട്ടിപ്പോകുന്ന കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ വേണ്ടത് ദൈവത്തെ മനസ്സ് തുറന്ന് വിളിക്കുക, സ്തുതിച്ചുകൊണ്ട്, തകർച്ചകളുണ്ട് സ്തുതിച്ചു വിളിക്കുക. അവിടെ വെച്ച് അവരെ പീഡിപ്പിച്ചവർക്കെതിരെ നീങ്ങുന്നില്ല, അവരവരുടെ അധികാരികൾക്കെതിരെ നീങ്ങുന്നില്ല, അവരെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിയവർക്കെതിരെ നീങ്ങുന്നില്ല, അവരെ അടിച്ച് തകർത്തവർക്കെതിരെ നീങ്ങുന്നില്ല, അവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവം പ്രവർത്തിക്കും. അത്രമാത്രം വിശ്വാസമുണ്ട്, അത്രമാത്രം ഉറച്ച വിശ്വാസമുണ്ട്. ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നവനാണെന്നുള്ള വിശ്വാസമുണ്ട്. ആ വലിയ വിശ്വാസത്തോടെ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുക, ബന്ധനം അഴിയുക, കെട്ടഴിയുക, തടസ്സം മാറുന്ന കാണാൻ പറ്റും. ചങ്ങലകൾ പൊട്ടി താഴെ വീഴുന്നു. നമ്മുടെ കുടുംബങ്ങൾ ഒരുപാട് ചങ്ങലകളുണ്ട്. ചില അപ്പനമ്മമാരൊക്കെ ഭയങ്കരമായ പൈശാചിക ബന്ധനങ്ങൾ കഴിഞ്ഞ് കാണാം. വെറുപ്പിനും വിദ്വേഷം, പക, പ്രതികാര ചിന്തകളുണ്ട് നിറഞ്ഞു കാണാൻ പറ്റും. ആത്മഹത്യ ചിന്തകളുണ്ട്, മനസ്സ് രോഗബന്ധനങ്ങൾ, കുടുംബത്തിൽ അനേക രോഗത്തിൻ്റെ കെട്ടുകൾ ആരൊക്കെ നോക്കിയിട്ട് അഴിയുന്നില്ല. ഇത് മനുഷ്യർക്ക് അഴിക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. ദൈവം പ്രവർത്തിക്കേണ്ടത് ദൈവം തന്നെ പ്രവർത്തിക്കണം. പക്ഷെ അത് നമ്മളെന്ത് ചെയ്യണം? ദൈവത്തെ വിളിക്കണം. ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സ് തുറന്ന് ഹല്ലേലൂയാ എന്ന് പറഞ്ഞ് സ്തുതിക്കണം, ശരിക്കും സ്തുതിക്കണം. നമ്മുടെ ശുശ്രൂഷയുടെ സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, അനേക മക്കൾ ഹൃദയം നൊന്തും മനസ്സ് നൊന്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിന്മയുടെ കെട്ടുകൾ വഴി അഴിയുക. പാപത്തിൻ്റെ ചങ്ങല വിട്ടു വർഷങ്ങളായ പാപത്തിൻ്റെ ബന്ധനം, തടക്കദോഷങ്ങൾ, മദ്യത്തിൻ്റെ ചങ്ങലകൾ പൊട്ടുകയാണ്. ചങ്ങലകൾ പൊട്ടണം, പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥന കൂടാതെ ചങ്ങല പൊട്ടിയല്ല, വെറുതെ ഇരുന്ന ചങ്ങല പൊട്ടത്തില്ല. യേശു നാമം വിളിച്ചപേക്ഷിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യർ ഇതിൽ കിടന്ന് തകരുകയുള്ളൂ. ഇതിൽ കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കും. ചെളിൽ കിടന്ന് ഉരുളുന്നത് പോലെ മനുഷ്യൻ ഈ പാപത്തിൽ കിടന്ന് ഉരുളുകയാണ്. തകർച്ചകളാണ്. എന്തേരെ കഷ്ടപ്പെട്ടിട്ടും വളരാത്ത എത്ര കുടുംബങ്ങളാണ്. കാരണം ഇതാണ് പൈശാചിക ബന്ധനം, സാത്താൻ്റെ ശക്തി വാട്ടം കേട്ട് പൂട്ടിയിട്ടിരിക്കുക. ഇത് പൊട്ടിക്കണമെങ്കിൽ മനസ്സ് തുറന്ന് യേശുവേ എൻ്റെ മേ കരുണയായിരിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. മനസ്സ് തുറന്ന് വിളിക്കണം, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. തീവ്രമായ ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥന, അല്ലാണ്ട് ചെറിയ ചെറിയ ആഗ്രഹമല്ല. തീവ്രമായ ആഗ്രഹത്തോടെ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ തലമുറകളിലെ തിന്മയുടെ ബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ നമ്മളെ വിട്ടുപൊക്കോളും. അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിൻ്റെ കരുണ, കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റും. സങ്കീർത്തനത്തിൽ 41-ാം അധ്യായത്തിൽ 1-2 വചനമുണ്ട്. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. വീണ്ടും പറയാം, അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവനെ രോഗശൈലിയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. അവൻ വിളിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവൻ ദൈവത്തെ വിളിക്കുമ്പോൾ അവൻ്റെ ദൈവം കടന്നു വന്നിട്ട് അവൻ്റെ ബന്ധനങ്ങൾ, കെട്ടുകൾ, പൈശാചിക കെട്ടുകൾ അഴിച്ച് അവനെ സ്വതന്ത്രയാക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കും. വീണ്ടും കാണാൻ പറ്റും സങ്കീർത്തനത്തിൽ 34-ാം അധ്യായത്തിൽ 44-5 വചനം. ഞാൻ കർത്താവിനെ തേടി,
അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. വീണ്ടും പറയുകയാണ് സങ്കീർത്തനം 34:6-7 വചനം, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ബൈബിൾ അനേക തവണ സങ്കീർത്തകൻ പറയുന്നൊരു വചനമാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം, നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിലവിളിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഈ കെട്ടുകൾ അഴിയും. ഇന്ന് പല യുവാക്കളിൽ, യുവതികളുടെ ചില പാപത്തിൻ്റെ കെട്ടുകൾ കാണാൻ പറ്റും, അനേക വർഷങ്ങളായ ബന്ധനങ്ങൾ കാണാൻ പറ്റും. ഇതഴിക്കാനുള്ള ഒരേ ഒരു വഴി സ്തുതിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, അത് മാത്രമാണെന്ന് തിരിച്ചറിയുക. ഓർമ്മിക്കുക, ഒരു ധ്യാനത്തിൽ വെച്ച് ഒരു തളർവാദ രോഗി വളരെയധികം വേദനയോടെ ധ്യാനത്തിൽ പങ്കെടുക്കുക. വളരെ വേദനയോടെയാണ്, ഒരുപാട് ആഗ്രഹമുണ്ട്, സുഖപ്പെടാൻ ഭയങ്കര ആഗ്രഹം. പക്ഷേ ആ വേദന കാരണം ഇത് പറ്റുന്നില്ല, ഇത് എഴുന്നേറ്റിട്ടില്ല. ആൾക്കാർ ആഗ്രഹമുണ്ട് രക്ഷപ്പെടാൻ. ഒരു ചങ്ങലയോ ഒരു പൈശാചിക ബന്ധനോ കഴിയുന്നറിയാം, ശരിക്കറിയാം. ആളവസാനം കൊണ്ടുവരികയാണ്, പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുവരുമ്പോൾ ആളുടെ തലയൊക്കെ വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ശരിക്കും ആ സമയത്ത് കാണാൻ പറ്റും, ഈ വ്യക്തി ചങ്ങല എന്തോ ഒരു സംഭവം അഴിഞ്ഞു പോയിട്ട് ഇയാൾ അത്ഭുതകരമായിട്ട് എഴുന്നേൽക്കുന്ന സംഭവമുണ്ട്. ദൈവം നേരിട്ട് ഇടപെടുന്ന കാണാൻ പറ്റും, പൈശാചിക കെട്ടഴിഞ്ഞു പോകുന്ന കാണാൻ പറ്റും, അന്ധകാര ശക്തി വിട്ടുപോകുന്ന കാണാൻ പറ്റും. അത് സംഭവിക്കുന്ന മക്കളെ, ഇത് സംഭവിക്കുന്നതാണ്. ഈശോ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്, ഈശോയുടെ സാന്നിധ്യം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെയൊക്കെ പിന്നിൽ നമ്മളൊക്കെ കണ്ണുനീരോടെ വിളിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ കുടുംബത്തിൽ തടസ്സങ്ങൾ മാറിപ്പോകുന്ന കാണാൻ പറ്റും, രോഗത്തിൻ്റെ കെട്ടഴിഞ്ഞു പോകുന്ന കാണാൻ പറ്റും, പൈശാചിക ശക്തികൾ നമ്മയും നമ്മുടെ കുടുംബത്തെയും വിട്ടുപോകുന്ന കാണാൻ പറ്റും. വീണ്ടും കർത്താവിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൽ 146 അധ്യായത്തിൻ്റെ 1 മുതൽ വചനം, കർത്താവിനെ സ്തുതിക്കുവിൻ, എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. വീണ്ടും വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 146:7-8 വചനം, മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു, കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു, അവിടെ നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു, അവിടെ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, കർത്താവ് എന്നേക്കും വാഴുന്നു. വീണ്ടും നമുക്ക് വചനം അറിയാം, ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വചനങ്ങളൊന്നാണ് ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-19 വചനം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക്. അത് ഈശോയുടെ ആഗമനത്തിൻ്റെ ലക്ഷ്യം തന്നെ ബന്ധനങ്ങൾ, കെട്ടുകൾ അഴിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് 1 യോഹന്നാൻ 3:8 പറയുന്നുണ്ട്, പിശാചിൻ്റെ പ്രവർത്തികൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവോത്തരം പ്രത്യക്ഷനായത്. അത് ഈശോയോട് മാത്രം നടക്കുന്ന. അതുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തകർച്ചകൾ നടുവിൽ നമ്മെ പീഡിപ്പിച്ചവരെ ഉപദ്രവിക്കാൻ പോകരുത്, ശപിക്കാൻ പോകരുത്, അവർക്കെതിരെ കരുക്കൾ നീക്കാൻ പോകരുത്, പ്രതികാര ചിന്ത ചെയ്യരുത്. അവർ രമ്യതപ്പെടണം, എല്ലാവരും ക്ഷമിക്കണം. ഈ അഭിഷേകം കിട്ടണമെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, എല്ലാവരും കൂട്ടുകൂടണം, എല്ലാവർക്കും പ്രാർത്ഥിക്കണം, ആരെ ശത്രുവായിട്ട് കാണരുത്, എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് നീ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവ മഹത്വം ഇറങ്ങുക. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവ മഹത്വം ഇറങ്ങാത്തതുകൊണ്ട് നമ്മളുള്ള വൈരാഗ്യമുണ്ട്, പകയുണ്ട്, നിരാശയുണ്ട്, വിശ്വാസരാഹിത്യമുണ്ട്, അവിശ്വാസം കയറി ബന്ധിച്ചിട്ടിരിക്കുക, പ്രാർത്ഥനയില്ല. അങ്ങനെ നമ്മുടെ ഹൃദയം മരവിച്ചിരിക്കുക. അപ്പോഴാണ് ഈ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും നല്ല കുമ്പസാരമൊക്കെ നടത്തുക, എല്ലാവരോടും അനുരഞ്ജനപ്പെടുക, ദൈവത്തോട് അനുരഞ്ജനപ്പെടുക, സഹോദരങ്ങളോട് അനുരഞ്ജനപ്പെടുക, എല്ലാവരോടും ഐക്യപ്പെടുക. അതിനുശേഷം നീ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് ഈ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നിട്ട് നിന്നെ സ്പർശിക്കുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസത്തിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുക്കാം. നമ്മുടെ ചങ്ങലകൾ പൊട്ടാവിനെ പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കാണുമായിരിക്കും. വഴിവിട്ട ബന്ധത്തിൽ കഴിയുന്ന മോളുണ്ട്. ആ ബന്ധനം അഴിയാൻ വേണ്ടി അപ്പനും അമ്മയും കൂടെ വീട്ടിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ രാവും പകലും നിന്റെ കണ്ണുനീരൊഴുകട്ടെ. രാത്രിയുടെ യാമങ്ങളുടെ നടുവിൽ നീ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഉണർന്ന് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ആ ഉണർന്ന് വിളിക്കാൻ പഠിക്കണം. അല്ലാണ്ട് കൈയും കെട്ടിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. വളരെ ഹൃദയം തുറന്നുള്ള, എളിമ നിറഞ്ഞുള്ള, വിശ്വാസം നിറഞ്ഞുള്ള പ്രാർത്ഥന നടത്തിയാൽ ബന്ധനം അഴിയാതിരിക്കാൻ പറ്റത്തില്ല. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വർഗം പുറത്തു പോകില്ല. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അല്ലാണ്ട് മടി പിടിച്ചിരുന്നുകൊണ്ട് അഭിഷേകം കെടാന്ന് ആരും കരുതണ്ട. മടി മാറ്റി വെച്ചു, അത് ഒരു പൈശാചിക ശക്തിയുടെ പ്രവർത്തനമാണ്, ഒരു ബന്ധനം. അത് അലസത, ഒരു പൈശാചിക ബന്ധനം. അത് തന്നെ ഒരു കെട്ട, അത് അഴിയണം. അതിൻ്റെ കാരണം എന്താ? അതിനുള്ളിൽ വിശ്വാസരാഹിത്യ, ദൈവവിശ്വാസ
ദൈവവിശ്വാസത്തിൻ്റെ കുറവുണ്ടാകുമ്പോൾ പ്രാർത്ഥന കുറയുക, ദൈവവിശ്വാസത്തിൻ്റെ കുറവുണ്ടാകുമ്പോൾ പ്രാർത്ഥന കുറയും, ശരിക്കും കുറയും. അതുകൊണ്ട് നമുക്ക് ശരിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേലുള്ള ബന്ധനം അഴിക്കണമേ, കെട്ടഴിക്കണമേ, സാത്താൻ്റെ അടിമത്ത് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് നമുക്ക് തുറന്നു പ്രാർത്ഥിക്കാം. ബൈബിൾ കാണുന്ന മറ്റൊരു വലിയ സംഭവമാണ് ബർത്തിമേയുസ് എന്ന് പറയുന്ന അന്ധയാചകൻ. അവനെ കർത്താവ് സുഖപ്പെടുത്തി കാണാൻ പറ്റും. അതിന് പിന്നിൽ അവൻ്റെ ഒരു നിലവിളിയുണ്ട്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിശബ്ദനായിരിക്കാൻ അവൻ്റെ കൂടെയുള്ളവർ പറയും. അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ മിണ്ടാതിരിക്കാൻ പറയുന്ന ഒരു പറ്റം ആളുകളുണ്ട്. പക്ഷേ അവനെന്ത് ചെയ്തു? കൂടുതൽ ഉച്ചത്തിൽ അവൻ വിളിക്കുകയാണ്. ജനത്തിരക്കിനിടയിലൂടെ നടന്നു പോകുന്ന ഈശോ അവൻ്റെ നിലവിളി കേൾക്കുക. എന്തിനാണ് നിലവിളിക്കാൻ ഇതുപോലെ ഉത്തരം കൊടുക്കുക? ദൈവത്തിന് മനുഷ്യൻ്റെ നിലവിളി കേൾക്കേണ്ട ആവശ്യമാണ്. അതല്ല, ആഗ്രഹം ഉണ്ടാകണം. നിൻ്റെ ഭാഗത്തുനിന്ന് ആഗ്രഹം വേണം, നിൻ്റെ ഭാഗത്തുനിന്ന് വിശ്വാസം ഉണ്ടാകണം. ഈശോയ്ക്ക് ഇത് സാധിക്കും എന്നുള്ള വിശ്വാസം വേണം. ഈ ബർത്തിമേയുസ് എന്ന അന്ധയാചകന് അവൻ നല്ല വിശ്വാസമുണ്ട്. ഈശോ ഒന്ന് തിരിഞ്ഞാൽ മതി, ഈശോ അവൻ്റെ നിലവിളി കേട്ടാൽ മതി, അവനെ കേട്ടാൽ മതി, തീർച്ചയായിട്ടും ഈശോ ഇടപെടുമെന്ന് അവൻ നന്നായിട്ടറിയാം. ഈശോയെക്കുറിച്ച് അവൻ അറിയാം. ഈശോ കേട്ടാൽ മതി. ദാവീദിന്റെ പുത്ര യേശുവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ എന്ന് അവൻ നിലവിളിക്കുമ്പോൾ അവൻ നല്ല ബോധ്യമുണ്ട്. ഈശോ ഒന്ന് കേട്ടാൽ, അവൻ ഈശോ കേൾക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഈശോ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഈശോനെ ശ്രദ്ധിക്കാൻ വേണ്ടി അവൻ നിലവിളിക്കുക. ആ നിലവിളി ഈശോ കേട്ടു. ഈശോ പറഞ്ഞു, ഈശോ ഉടനെ തന്നെ അവനെ വിളിക്കാൻ പറയുകയാണെങ്കിൽ അവനടുത്ത് വരുമ്പോൾ അവനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ പറഞ്ഞു, എൻ്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടണം, നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കിട്ടണം. ഈശോ അവനെ തൊട്ടിട്ട് പറയുന്നുണ്ട്, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. ഉടനെ അവൻ്റെ കണ്ണുകൾ തുറക്കും. അവൻ്റെ ബന്ധന വഴിയ തിന്മയുടെ ശക്തി വിട്ടുപോവുക. അതേ മക്കളെ, ഇന്ന് ഈ അന്ധത മാറണമെങ്കിൽ, അവിശ്വാസത്തിൻ്റെ അന്ധത, അഹങ്കാരമെന്ന അന്ധത, വ്യർത്ഥാഭിമാനത്തിൻ്റെ അന്ധത, ഇതൊക്കെ വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം ഒരുകി ഈശോയെ വിളിക്കാൻ തയ്യാറാകണം. ദാവീദിൻ്റെ പുത്ര യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണേ എന്ന് വിളിക്കണം. അങ്ങനെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി വരും. നമ്മൾ അത്ഭുതം കണ്ടുമുട്ടിയിരിക്കും, ഉറപ്പാണ്. ഈശോ ഇടപെടാതെ പോകില്ല. മനസ്സ് തുറന്ന് ഈശോയെ ആര് വിളിച്ചാലും ഈശോ അവിടെ നിന്നിട്ടുണ്ട്, ഈശോ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഈശോ അവിടെ കരുണ കാണിച്ചിട്ടുണ്ട്. മനസ്സ് തുറന്ന് വിളിക്കണം, ആഗ്രഹത്തോടെ വിളിക്കണം. അല്ലാണ്ട് കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി വിളിക്കരുത്, കർത്താവിനെ പരിഹസിക്കാനും വേണ്ടി വിളിക്കരുത്. അങ്ങനെ വിളിച്ചാൽ അവിടെ ഒന്നും പ്രവർത്തിക്കില്ല, ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകില്ല. ആരെല്ലാം ആഗ്രഹത്തോടെ മനം നൊന്ത് നിലവിളിച്ചാൽ, പറയുന്നുണ്ട്, ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിന്നിലും നിൻ്റെ കുടുംബത്തിലുള്ള പൈശാചിക ബന്ധനം കഴിഞ്ഞു പോകാൻ നീ ഹൃദയം നൊന്തു നീ ദൈവത്തെ വിളിക്കാൻ തയ്യാറാകണം. അപ്പോഴാണ് ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റുക. അല്ലാണ്ട് പോയാൽ ഒരിക്കലും അനുഭവിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, സഖ്യവൂസിൻ്റെ ജീവിതത്തിൽ മനസ്സാന്തരം ഉണ്ടാകുമ്പോൾ അവിടെ അത് തന്നെ കണ്ടുമുട്ടുക. സഖ്യവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൊക്കം കുറവായിരുന്നതിനാൽ ആ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവനൊരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക. ആഗ്രഹമുണ്ട്, അവൻ ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് ഈശോയെ കാണണം, ഈശോയെ കാണണം. അവൻ ആഗ്രഹിക്കുമ്പോൾ ഈശോ തീർച്ചയായിട്ടും അവനെ കാണാൻ മാത്രമല്ല ആഗ്രഹിക്കുന്നത്, അവൻ്റെ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുക. ബൈബിളിൽ കാണാൻ പറ്റും, ഈശോയെ ആഗ്രഹിക്കുക. ഈശോ കാണാൻ കൊതിക്കുന്നവൻ്റെ വീട്ടിൽ പോയി ഈശോ ഒരു ദിവസം മുഴുവൻ താമസിക്കുന്നു. അവൻ്റെ കുടുംബത്തിലെ ബന്ധനം അഴിച്ചുവിടുന്നു. അവനിലെ ആ ധനാസക്തി എന്ന പൈശാചികതയെ അഴിച്ചുവിടുന്നു, പാപത്തെ അഴിച്ചുവിടുന്നു, അവനെ വിശുദ്ധീകരിച്ച് സ്വന്തമാക്കുന്നത് കാണാൻ പറ്റും. അതെ, ഇവിടെ വേണ്ടത് തീവ്രമായ ആഗ്രഹമാണ്. തീവ്രമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, പൗലോസും ശീലാസും ആ തടവറയിൽ കടന്നുകൊണ്ട് തീവ്രമായ ആഗ്രഹത്തോടെ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ പാടുക, സ്തോത്രം ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിക്കുക, മോശ ദൈവത്തെ സ്തുതിക്കുക. അവർ മോശ ചെങ്കടലിൽ കടന്നപ്പോൾ ദൈവത്തെ സ്തുതിക്കുക. അവർ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ 40 വർഷം അവർ കഴിയുമ്പോൾ അവിടെ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് വെച്ചാൽ ദൈവത്തിനെല്ലാം സമർപ്പിച്ച് നന്ദി പറയുക. ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷേ ആ പ്രവർത്തികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ആഗ്രഹത്തോടെ മനം നൊന്ത് വിളിക്കുക. അപ്പോൾ ദൈവം ഇറങ്ങി വരിക, ബന്ധനം അഴിക്കുക, കെട്ടഴിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ഈശോ വന്നിരിക്കുന്നത് നമ്മുടെ കെട്ടുകളും ബന്ധനമൊക്കെ അഴിച്ച് നമ്മൾ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ്. പാപത്തിൻ്റെ അടിമത്തം അവസാനിക്കണം, സാത്താൻ്റെ അടിമത്തം അവസാനിക്കണം, പൈശാചിക ബന്ധനം അഴിയണം, നമ്മൾ വിശുദ്ധരാകണം. വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണം. അതിന് തടസ്സമായ കെട്ടഴിയാൻ ഒറ്റ വഴിയുള്ളൂ, സ്തുതിച്ച് പ്രാർത്ഥിക്കുക, മനം നൊന്ത് വിളിക്കുക, കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. ദാവീദിൻ്റെ പുത്ര യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണം പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും രക്ഷപ്പെടും. വീണ്ടും അവിടെ വചനം കണ്ടുമുട്ടുന്നത് പോലെ, വചനത്തെ പറയുന്നത് പോലെ, വചനത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത് പോലെ
അത് നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. മനസ്സ് തുറന്ന് യേശുവിൽ വിശ്വസിച്ച് ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് വിളിച്ചാൽ മതി. കർത്താവ് വരും. മനസ്സ് തുറന്ന് വിളിക്കണം. ആഗ്രഹത്തോടെ വിളിച്ചാൽ അനുഗ്രഹം കിട്ടും. ആക്ഷേപിക്കാതെ വിളിച്ചാൽ അനുഗ്രഹം കിട്ടും. എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, വലിയ കൃപ ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മഹത്വം വർഷിക്കണമേ, വിടുതൽ വർഷിക്കണമേ, സൗഖ്യങ്ങൾ നൽകണമേ. സാത്താന്റെ ആധിപത്യത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വിടുതരണമേ. ഞങ്ങളുടെ യുവാക്കൾക്ക് വിടുതൽ നൽകണേ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അത്ഭുതങ്ങൾ വർഷിക്കണമേ. ഈ സമയത്തെ മക്കൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും കർത്താവേ നിന്റെ ഇടപെടലുണ്ടാകണമേ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങ് ജീവനോടെ വാഴുന്ന ഈ തിരുവോസ്തിയിൽ നിന്നും ഞങ്ങളിലേക്ക് കൃപയൊടുക്കണമേ, വിടുതൽ നൽകണമേ, അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങൾ കണ്ണുനീരൊപ്പണമേ, ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, കരുണയായിരിക്കണമേ. ഈശോയെ നന്ദി നന്ദി, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധന ആരാധന ആരാധന. ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഈശോ തൊടുന്നു. നമ്മുടെ വേദനകൾ കർത്താവ് ഇടപെടുന്നു. നമ്മുടെ കണ്ണുനീരൊപ്പുന്നു. അവിടെ നമ്മെ ഏറ്റെടുത്തിരിക്കുന്നു. ഈശോ നമ്മെ ഏറ്റെടുത്തിരിക്കുന്നു.